എൻ്റെ അടുക്കൽ വരും. ദൈവം നമ്മുടെ കൂടെ നടക്കുന്ന ഒരനുഭവത്തെക്കുറിച്ച് അനുഭവിച്ചിട്ടുള്ളവരുണ്ട്, അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ച്. ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യകരമായ ഒരനുഭവം ദൈവത്തോട് കൂടെ നടക്കുന്ന, ലോകത്തിലെ ഏറ്റവും നിഷ്കളങ്കനായ ആള് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണ്. എബ്രായ ലേഖന കർത്താവായ പൗലോസ് 9-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മെ ഓർപ്പിക്കുന്നത്, എബ്രായ ലേഖനം 9:14, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം. വായിച്ചോ? വളരെ അതീവ ഗൗരവമുള്ളൊരു വാക്യം നമ്മളെ പൗലോസ് ഓർപ്പിക്കുകയാണ്. നിങ്ങളത് ശ്രദ്ധിച്ച് കേട്ടെന്ന് വിശ്വസിച്ച് ഒന്നുകൂടെ കർത്താവിന്റെ ദാസി വായിച്ച് കേൾപ്പിക്കും. നിത്യാത്മാവിനാൽ, നിത്യാത്മാവിനാൽ, ഇടയ്ക്ക് വന്നും പോയി നിൽക്കുന്ന ആത്മാവല്ല, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ. നോക്കിയേ, നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി യേശു ക്രിസ്തുവിനെ ആരെങ്കിലും ഫോഴ്സ് ചെയ്ത്, പിതാവ് പറഞ്ഞു എൻ്റെ പൊന്നുമോനെ മനുഷ്യ പാപിയായി അകന്നു പോയല്ലോടാ, അവനെ രക്ഷിക്കാൻ നീ ഈ ക്രൂശ് സഹിക്കണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് നിർബന്ധിച്ചെന്നല്ല, പരിശുദ്ധാത്മാവ് അതിനുവേണ്ടി പ്രേരിപ്പിച്ചെന്നല്ല, തൻ്റെ പിതാവിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ഒരല്ലേലൂയ പറയണം. നമ്മെ എത്ര മാത്രമാണ് ക്രിസ്തു സ്നേഹിച്ചതെന്ന് ഈ വാക്യം വളരെ സ്പഷ്ടമാണ്. തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം അവനെ നൽകുക എന്നുള്ളത് ദൈവത്തിന്റെ ഹൃദയത്തിലെ പദ്ധതിയേക്കാൾ പുത്രന്റെ ആഗ്രഹമായിരുന്നു. ഞാൻ മരിച്ചാലും, ഞാൻ കഷ്ടാനുഭവങ്ങളിൽ കൂടെ കടന്നു പോയാലും, ഞാൻ ആണികളാൽ തറയ്ക്കപ്പെട്ടാലും, ഞാൻ മുൾക്കീരിടത്താൽ തറയ്ക്കപ്പെട്ടാലും, ഞാൻ മുലാപ്പുറം കുത്തി കീറപ്പെട്ടാലും, ചാട്ടവാറിനാണ് അടികൊണ്ടാലും, നിന്നയും അപമാനവും ഏറ്റാലും വേണ്ടില്ല, ജനത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച യേശു. മനസ്സിലാകുന്നവർ ദൈവത്തെ രാവിലെ നന്ദിയോട് സ്തുതിച്ചേ. നമ്മുടെ ആരുടെയും കുലമഹിമ കൊണ്ടോ കുടുംബശ്രേഷ്ഠത കൊണ്ടോ അല്ല, നമ്മെ രക്ഷിക്കാൻ എബ്രായ ക്രിസ്ത്യാനികളോട് ധന്യനായ പൗലോസ് പറയുകയാണ്, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം. അർപ്പിക്കപ്പെട്ട ക്രിസ്തുവിന്റെ രക്തം എന്തിനു വേണ്ടിയാണ്? അടുത്ത വാക്യം, ജീവനുള്ള ദൈവത്തെ. ഒരല്ലേലൂയ പറയണം. നമ്മുടെ പുത്രന്റെ, നിഷ്കളങ്കനായ പുത്രന്റെ നിർദോഷമായ രക്തത്താൽ വീണ്ടെടുത്തത് ജീവനുള്ള ദൈവത്തെ ആരാധിക്കാനാ. ഈ രാവിലെ ഇവിടെ വന്നിട്ട് ഞാൻ ആരാധിച്ചു, ഞാൻ മറ്റൊന്നും നോക്കിയില്ല, ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിച്ചെന്ന് ഉറപ്പുള്ളവര് ആ ചേർന്ന കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. നിന്നെ വീണ്ടെടുത്തത്, നിന്നെ വിടുവിച്ചത് ദൈവത്തെ ആരാധിപ്പാനാ. എത്ര ഗൗരവത്തോടെയാണ് പൗലോസ് വാക്യം ഉറപ്പിക്കുന്നത്. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച യേശുവിന്റെ രക്തം. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ആ രക്തം നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ ശബ്ദം എത്ര പേര് കേൾക്കുന്നുണ്ട്? കുഞ്ഞ്, നിന്റെ ഒറ്റ ഒരാളുടെ രക്ഷയ്ക്കാണ് ഞാൻ ആ നിന്ന മുഴുവൻ സഹിച്ചത്.
നിന്റെ ഒറ്റ ഒരാളുടെ വിടുതലിനാണ് ഞാൻ ആ ക്രൂശ് ചുമന്നത്. നിന്റെ ഒറ്റ ഒരാളുടെ സൗഖ്യത്തിനാണ് ഞാൻ ആ രോഗം മുഴുവൻ എന്റെ ദേഹത്ത് വഹിച്ചത്. ഇന്ന് രാവിലെ സ്വർഗത്തിന്റെ പുത്രന്റെ രക്തം നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാ. മറ്റൊന്നിനു വേണ്ടിയല്ല, പകരം കൊടുക്കാൻ ഒന്നുമില്ലെങ്കിലും ഒരാരാധന പകരം കൊടുക്കുവാൻ. ഹല്ലേലൂയ. സത്യാത്മാവിനാൽ ഇന്ന് പകൽക്കാലം വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കൾ ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ. ഓ ഹല്ലേലൂയ. വായിച്ചേ, ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ ദൈവത്തിന് ഹിതമില്ലാത്ത ജഡികമായ ജീവനില്ലാത്ത പ്രവർത്തികളെ പോക്കി. ജഡത്തിന്റെ ചിന്ത മരണമാണ്. ജഡത്തിന്റെ പ്രവർത്തികൾ മരണത്തിലേക്ക് കൊണ്ടുപോകുന്നു. ആരാധിക്കാൻ വരുന്നവൻ ജഡത്തിലല്ല ആരാധിക്കേണ്ടത്. ജഡത്തിൽ ആരാധിച്ച 4 ഹല്ലേലൂയ പറയുമ്പോൾ നീ ക്ഷീണിക്കും, 2 കൈയടിക്കുമ്പോൾ നീ കുഴയും, നീ മുഴങ്ങാനിരിക്കും, വേദന ഉണ്ടാകും. പക്ഷെ ആത്മാവിലാണ് ആരാധിക്കുന്നതെങ്കിൽ അതൊന്നും നിന്നെ ബാധിക്കത്തില്ല. ഇന്ന് രാവിലെ ആത്മാവിൽ, ജഡത്തിലല്ല ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നവരെ കരമൊന്ന് ചേർത്തടിച്ച് ആത്മനിയോഗത്തോടെ ഹല്ലേലൂയ. നിർജീവ പ്രവർത്തികളെ പോക്കി. എത്രയധികം! ഓരോ ആരാധനയിലും നിഷ്കളങ്കനായ പുത്രന്റെ രക്തത്താലുള്ള ശുദ്ധീകരണം. ഒരു മെസ്സേജ് കേട്ടിട്ട് നല്ല പ്രസംഗമായിരുന്നു എന്ന് പറയാനല്ല, ഒരു സങ്കീർത്തനം നല്ല സങ്കീർത്തനമായിരുന്നു പറയാനല്ല, ഇന്നത്തെ സങ്കീർത്തനെ സന്തോഷിപ്പിച്ചെന്ന് പറയാനല്ല. പിന്നെന്താണ് ആഗ്രഹിക്കുന്നത്? ഓ ഹല്ലേലൂയ. നിർജീവമായ പ്രവർത്തികളെ പോക്കണം. ദൈവാത്മ നിയോഗമല്ലാത്ത പ്രവർത്തികൾ നിന്നെ അലട്ടുന്നെങ്കിൽ, നിന്റെ ആത്മീക ജീവിതത്തിൽ മുന്നോട്ട് സ്റ്റെപ്പുകൾ വെക്കാൻ കഴിയാതെ നിന്നെ ക്ഷീണിപ്പിക്കുന്നെങ്കിൽ, നിന്റെ വചനധ്യാനത്തിൽ ദൈവത്തിന്റെ ഹിതം വെളിപ്പെടാൻ കഴിയാതെ നിന്റെ കണ്ണുകളെ അന്ധത പിടിപ്പിച്ചിരിക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പകൽക്കാലം നിർജീവ പ്രവർത്തികളെ പോക്കി. ഹല്ലേലൂയ. നമ്മുടെ ഇടയിൽ പിതാക്കന്മാരുടെ കാലത്ത് തർജ്ജനം ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ വളരെ കുറവായിരുന്നു. കൂടെ ഉപദേശിക്കേണ്ട കാര്യങ്ങൾ വളരെ കുറവായിരുന്നു. കാരണം ജനം രക്ഷിക്കപ്പെട്ടു വന്നവരാണ്. രക്ഷിക്കപ്പെട്ടു വന്നവരുടെ കൂട്ടമായിരുന്നു സഭ. അതുകൊണ്ട് അതിന്റെ വേർപാടുണ്ടായിരുന്നു, അതിന്റെ വിശുദ്ധി ഉണ്ടായിരുന്നു. അവരോട് ഞായറാഴ്ച രാവിലെ ആരാധനയ്ക്ക് വരണേ എന്ന് ശനിയാഴ്ച വിളിച്ചോർപ്പിക്കേണ്ട കാര്യമില്ല. ഞായറാഴ്ച വന്നാൽ എന്റെ പൊന്നുമോൻ കൈയടിച്ച് ആരാധിക്കണേ എന്ന് പറയേണ്ട ഗതികേടില്ല. പാട്ട് ചേർന്ന് പാടണേ എന്ന് പറയേണ്ട കാര്യമില്ല. അവൻ അതിനെല്ലാം തയ്യാറായിട്ടാ വരുന്നേ. അവന്റെ ആഗ്രഹം ഈ ഞായറാഴ്ച കഴിഞ്ഞാൽ അടുത്ത ഞായറാഴ്ച പെട്ടെന്ന് വരണമെന്ന് അവൻ ആഗ്രഹിക്കുന്നത്. കാരണം എങ്ങനെങ്കിലും ദൈവത്തിന്റെ സന്നിധി പോയിരുന്ന് എനിക്ക് ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ കൊതിക്കുന്നവരായിരുന്നു ആ പുതിയ നിയമസഭ. ഇന്ന് വരെ എത്ര പേര് കൊതിക്കുന്നുണ്ട്? ജഡത്തിന്റെ നിർജീവ പ്രവർത്തികളെ ഒഴിച്ചു വെച്ചിട്ട് നിഷ്കളങ്ക ഹൃദയത്തോടെ വീണ്ടെടുക്കപ്പെട്ട രക്തത്തിന്റെ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാൻ കൊതിക്കുന്നവര്. ഓ ഹല്ലേലൂയ. 1 പത്രോസ് 1:19 പത്രോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു വാക്കുണ്ടെന്ന് ശ്രദ്ധിച്ചു വായിച്ച്. യേശുവിന്റെ രക്തത്തെ കുറിച്ച് എഴുതുമ്പോൾ പത്രോസ് എന്ന ശക്തനായ ദൈവദാസൻ പറയുകയാണ്, വീണ്ടെടുത്തിരിക്കുന്നത് സാധാരണ രക്തം കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ രക്തത്താൽ. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. ഞാൻ ദൈവത്തിന് വിലയേറിയവനാ, വിലയേറിയവളാന്ന് ബോധ്യമാണ്. എത്ര പേരുണ്ട്? എന്റെ പൊന്നു കൂടെ പറപ്പേ, നീ വിലയില്ലാത്ത വ്യക്തിയല്ല. വീട്ടിൽ ചിലപ്പോ നിനക്ക് വില കാണത്തില്ല, അയൽപക്കത്ത് വില കാണത്തില്ല, പക്ഷെ ദൈവത്തിന് നീ വിലയേറിയവനാ. നീ വിലയേറിയവനും മാന്യനുമാ. എത്ര പേര് വിശ്വസിക്കുന്നു? നീ നിന്നോട് തന്നെ പറഞ്ഞ്, ഞാൻ ദൈവത്തിന് വിലയേറിയവനും ദൈവത്തിന് മാന്യനുമാ. ഞാൻ വിലയേറിയവനായത് എന്റെ 90 കിലോ തൂക്കമുള്ള ബോഡിയുടെ ശക്തി കൊണ്ടല്ല, എന്നെ വീണ്ടെടുത്തത്. ഞാൻ വിലയേറിയവനാകാൻ കാരണം എന്നെ വീണ്ടെടുത്തത്
ക്രിസ്തുവെന്ന നിഷ്കളങ്കവും നിർദോഷവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് ഇന്ന് രാവിലെ ദൈവ പൈതലിന്റെ ആരാധനയ്ക്കകത്ത് വിലയേറിയ രക്തത്തിന്റെ ശക്തി വെളിപ്പെടുവാൻ ഓ കരം നന്നായിട്ട് അടിച്ച് ദൈവത്തെ ആരാധിച്ച് നിന്നെ വീണ്ടെടുത്തത് ഓ എത്ര ആഴമായിട്ട് പത്രോസ് പറയുന്നത്. ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് പറഞ്ഞ എല്ലാരും ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേരെയും വിലയ്ക്ക് വാങ്ങിയതാ, വീണ്ടെടുത്തതാ. രാവിലെ സ്തോത്രം പറയുന്നത് വിലയ്ക്ക് വാങ്ങിയവന്റെ സ്തോത്രമാ, വീണ്ടെടുക്കപ്പെട്ടവന്റെ സ്തോത്രമാ. പാപത്തിന്റെ അടിമത്തത്തിന്റെ നുകം പൊട്ടിപ്പോയവന്റെ സ്തോത്രമാ. പിശാചിന്റെ ആധിപത്യത്തിന് പിടിവിട്ടവന്റെ സ്തോത്രമാ. വേർപാടും വിശുദ്ധിയുമുള്ളവന്റെ സ്തോത്രമാ. ഇവിടെ പിശാച് വിറയ്ക്കും. ആത്മാവിൽ നിഷ്കളങ്കമായ ആരാധന വെളിപ്പെട്ടാൽ അന്യാരാധന മണ്ഡലങ്ങൾ, പൈശാചിക പോരുകൾ, നിന്നെ വല്ലാതെ വേട്ടയാടുന്ന ആഭിചാര ശക്തികൾ ഇന്ന് പകൽക്കാലം വിറച്ചു മാറണമെങ്കിൽ നിന്റെ നന്മയെ ചോർത്തുന്നൊരു രോഗം, നിന്റെ അനുഗ്രഹത്തെ ഒഴുകിക്കൊണ്ടുപോകുന്ന ഒരു ബന്ധനം നിന്നിലോ നിന്റെ തലമുറയിലും ഉണ്ടെങ്കിൽ, നീ ഒരു വൈദ്യനെ കാണാൻ പോകുന്നതിന് മുമ്പേ, നീ ഒരു മരുന്നിൽ ആശ്രയിക്കുന്നതിന് മുമ്പേ ഏറ്റവും നല്ല മരുന്ന് യേശുവിന്റെ രക്തമാണ്. വിശ്വസിക്കുന്നവർ മാത്രം കരമുയർത്തിക്കേ. നീ ആ പ്രശ്നത്തെ രക്തം കൊണ്ടൊന്ന് ജയിച്ചേ. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായി ജയിച്ചെങ്കിൽ ഇന്ന് രാവിലെ സകലത്തെയും ജയിക്കാൻ കഴിയുന്ന ഒരു രക്തം ഇവിടെയുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. ഓ, ഞാൻ ഈ ദൂത് പറയുമ്പോൾ നാളുകളായി പഴകിക്കിടക്കുന്ന ചില രോഗത്തിന്റെ കെട്ടുകൾ, ചില ശാപത്തിന്റെ കെട്ടുകൾ, ചില പൈശാചിക ബന്ധനങ്ങൾ യേശുവിന്റെ രക്തത്താൽ അഴിയപ്പെടുകയോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആയിരമോ 2000 10,000 രൂപ വിലയുള്ള ഊനമില്ലാത്തൊരു ആട്ടുംകുട്ടിയെ മാറ്റി കെട്ടിയിട്ട് 4 അമ്പക്കം അതിനെ അറുത്ത് രക്തം കണ്ടപ്പോൾ സംഹാരകൻ പേടിച്ചു പോയെങ്കിൽ, ഒരു നാ കുരച്ചില്ലെങ്കിൽ, ഇവിടെ പ്രസംഗിക്കുന്ന ആട്ടുംകുട്ടിയുടെ ചോരയുടെ കാര്യമല്ല. ഹല്ലേലൂയ. മിസ്രയീമിലെ സംഹാരകൻ മാറ്റിക്കെട്ടിയ കുഞ്ഞാട് രക്തം കണ്ടപ്പോൾ വിറച്ചെങ്കിൽ, നായ്ക്കൾ വാ പൂട്ടിയിരുന്നെങ്കിൽ, ഇന്ന് പകൽ ഇവിടെ ഒഴുകുന്നത് ആ രക്തമല്ല, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ക്രിസ്തുവെന്ന നിഷ്കളങ്കമായ നിർദോഷമായ വിലയേറിയ രക്തത്താൽ. ഓ, വിശ്വസിക്കുന്നവരെ മാത്രം കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ഇന്ന് പകൽ ചില കോരികളെ, നിന്റെ കൂടാരത്തിൽ പതുങ്ങിക്കിടക്കുന്ന ചില മണ്ഡലങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് അഴിക്കുകയാ. ഓ, എന്റെ കൂടെപ്പുറപ്പേ, വഴി തുറക്കുന്നത് കേൾക്കുമ്പോ നീ കൈയടിച്ചില്ലേലും കുഴപ്പമില്ല, കടം മാറുന്നത് കേൾക്കുമ്പോ കൈയടിച്ചില്ലേലും കുഴപ്പമില്ല, കൊച്ചിന് വിസ കിട്ടുന്ന കാര്യം പറയുമ്പോ കൈയടിച്ചില്ലേലും കുഴപ്പമില്ല. രക്തത്തിന്റെ കാര്യം കേൾക്കുമ്പോ നീ ആരാധിച്ചോണം. നീ ആരാധിക്കാൻ കൊള്ളാവുന്നൊന്നുണ്ടെങ്കിൽ യേശുവിന്റെ രക്തമാ. മറ്റുള്ളതെല്ലാം മറന്നിട്ട് ഇന്ന് പകൽക്കാലം ഇവിടെ ഉയരുന്ന യേശുവിന്റെ രക്തത്തിന്റെ ശക്തി കേൾക്കുമ്പോൾ നീ ആരാധിച്ച നിന്റെ ഞാടി ഞരമ്പുകളിൽ, സന്ധി മഞ്ഞകളിൽ, മാംസപേശികളിൽ ഉടക്കി നിൽക്കുന്ന പൈശാചിക പോരുകൾ, രോഗബന്ധനങ്ങൾ ഇന്ന് പകൽ ആത്മാവ് അഴിക്കും. ഓ, രക്തത്താലെ വചനത്താലെ ജയം. പ്രൈസ് ദി ലോർഡ്. എന്താ പത്രോസ് പറയുന്നത്? ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമായ
കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ രക്തത്താൽ നോക്കി, വളരെ ഗൗരവമായിട്ടാണ് പത്രോസ് പറയുന്നത്. നമ്മളെ എവിടുന്നാ കൊണ്ടുവന്നേ? വ്യർത്ഥവും പിതൃപാരമ്പര്യവുമുള്ള നടപ്പിൽ നിന്ന്. പാരമ്പര്യമായി ചിലരെ കൊണ്ട് നടക്കുന്ന ചില പാപശക്തികളുണ്ട്. അത് തലമുറകളായി കൈമാറി വന്നേക്കുന്ന. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 3000-ലധികം 4000-ഓളം വർഷം പഴക്കമുള്ള ശാപമാ കനാന്റെ ശാപം. ചെറിയ ശാപമല്ല. അതുകൊണ്ട് അബ്രഹാം പറഞ്ഞു ചെറുക്കന് പെണ്ണിനെ വേണം, പക്ഷെ കനാന്യ കുടുംബത്തിൽ നിന്ന് എടുത്തേക്കല്ല. പ്രൈസ് ദി ലോർഡ്. ഒരു വിവാഹ ബന്ധം പോലും ഇഷ്ടപ്പെടാത്ത അത്ര അകലിച്ച അവളാ യേശുവിന്റെ പുറകെ വന്നേ. എന്റെ കൊച്ചിന് സുഖമില്ല, ഞാൻ പലരെയും കണ്ടു, ഒരു സൗഖ്യമായിട്ടില്ല. യേശു മൈൻഡ് ചെയ്തില്ല. ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവ് എത്ര നേരമായി പുറകെ നടക്കുക. കനാന്യ സ്ത്രീയാ വന്നേക്കുന്നേ. കനാന്യ സ്ത്രീ 4000 വർഷമായി കുടുംബത്തെ ബന്ധിച്ച തലമുറകളിലേക്ക് പകരുന്ന വ്യർത്ഥമായ പിതൃപ്പാരമ്പര്യ കെട്ടുള്ള കൊച്ചാ വന്നത്. യേശു പറഞ്ഞു ഇത് മക്കൾക്കുള്ള സാധനമാ, ഇത് നായ്ക്കുട്ടിക്ക് കൊടുക്കാനുള്ളതല്ല. അവള് പറഞ്ഞു നായ്ക്കുട്ടിക്ക് മേശന്ന് വീഴുന്നുണ്ടല്ലോ, അത് കിട്ടിയാ മതി. യേശു ആ വിശ്വാസം കണ്ടിട്ട് കനാന്യ ബന്ധനം അന്ന് അഴിച്ചെങ്കിൽ, ഹല്ലേലൂയ, വർഷങ്ങൾ പഴക്കമുള്ള കനാന്യ ബന്ധനത്തെ അന്ന് പകൽ യേശു അഴിച്ചെങ്കിൽ, ഇന്ന് മേൽ വ്യർത്ഥവും പിതൃപാരമ്പര്യമുള്ള നിന്റെ നടപ്പിൽ നിന്ന് നിന്നെ വീണ്ടെടുത്തിരിക്കുന്നത്. ഞാൻ ഈ ദൂത് പറയുമ്പോൾ നിന്റെ കുടുംബത്തിൽ കിടക്കുന്ന പാരമ്പര്യ കെട്ടുകളെ സ്വർഗം അഴിച്ചുകൊണ്ടിരിക്കുകയാ. സത്യാത്മാവിൽ ആരാധിക്കാൻ കഴിയാതെ നിന്നെ ഒതുക്കി വച്ചിരിക്കുന്ന കുടുംബ പാരമ്പര്യ ആ ശക്തികളുടെ മേൽ ഈ പകൽ ദൈവം ജയം തരുകയാ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ആരാധിക്കുന്നത് പാരമ്പര്യ ആരാധനയല്ല. ഇവിടെ ആരാധിക്കുന്ന വീണ്ടെടുക്കപ്പെട്ടവന്റെ ആരാധനയാ. വീണ്ടെടുത്തത് പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നീ ഇവിടെ ആരാധിക്കുമ്പോൾ ഈ രക്തം നിന്റെ തലമുറയുടെ കെട്ടടിച്ചുകൊണ്ടിരിക്കുക. ഈ രക്തം നിന്റെ കുടുംബത്തിന്റെ ബന്ധനം അഴിച്ചുകൊണ്ടിരിക്കുക. ഈ രക്തം പൈശാചിക ആധിപത്യങ്ങളെ തകർത്തുകൊണ്ടിരിക്കുകയാ. ഇന്ന് മേൽ വിശ്വസിക്കുന്നവന് മാത്രം ഓ രക്തത്താലെ ജയം. കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. നമ്മൾ 36:9 വായിക്കുന്നത്, 36:9 വായിക്കുന്നത്, 36:9. നോക്കി, ദൈവത്തോടു കൂടെ ആർക്കാ നടക്കാനൊക്കുന്നേ? അവിടെ വാക്യം, ഞാൻ നിഷ്കളങ്ക മാർഗം ശ്രദ്ധ വെക്കുക, എപ്പോൾ നീ എന്റെ അടുക്കൽ വരും. അപ്പൊ ദൈവം അടുക്ക വന്ന് നടക്കണമെങ്കിൽ അവന് 2 ക്വാളിറ്റി വേണം. ആ തലമുറയിൽ, ഏത് തലമുറയിൽ? മനുഷ്യൻ ബോധിച്ച പോലെ ജീവിക്കുന്ന തലമുറയിൽ, പാപം പെരുകിയ തലമുറയിൽ, മ്ലേച്ഛത പെരുകിയ തലമുറയിൽ, പ്രൈസ് ദി ലോർഡ്, ഉറങ്ങിക്കിടക്കുന്ന ജീവനുള്ള കൊച്ചിനെ കെട്ടിത്തട്ട മടിയില്ലാത്ത പാപം നിറഞ്ഞ ലോകത്തിൽ നമുക്കിതൊക്കെ കേൾക്കാൻ പോലുമുള്ള മനസ്സില്ല. എത്ര ഭീകരമാണ് നമ്മുടെ നാട്, എത്ര അധപ്പതിച്ചു, നമ്മുടെ സമൂഹം എത്ര തകർന്നു. പാപം പെരുകുകയാണ്, മ്ലേച്ഛത പെരുകുകയാണ്. ഈ തലമുറയിൽ ദൈവത്തിന് നീതിമാനും നിഷ്കളങ്കരുമായ ചിലരെ ആവശ്യമുണ്ട്. എത്ര പേര് ഇന്ന് പോലെ കർത്താവിന്റെ കരം ഏൽപ്പിക്കപ്പെടും? ഈ തലമുറയിൽ പാപം പെരുകി നിൽക്കുന്ന ഈ തലമുറയിൽ ദുഷ്കാലത്ത് യേശുവിന്റെ കൂടെ നടക്കാൻ, ഹല്ലേലൂയ, 2 പേര് തമ്മിൽ ഒത്തിട്ടല്ലാതെ. അപ്പൊ ഈ നോഗയും ദൈവവും തമ്മിൽ ഒക്കണമെങ്കിൽ ദൈവത്തിന്റെ നീതി നോഗയുടെ നീതിയും തമ്മിൽ ഒക്കണം.
ദൈവത്തിന്റെ നിഷ്കളങ്കത നോഗയുടെ നിഷ്കളങ്കത തമ്മിൽ ഒക്കണം. ദൈവത്തിന്റെ സ്പീഡും അവന്റെ സ്പീഡും ഒന്നാകണം. ഒന്നിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അവൻ ബോൾ പോസ്റ്റ് കണ്ടു, അത് നോക്കി നിന്നു. അവൻ വാട്സപ്പ് കണ്ടു, അത് കണ്ടോണ്ട് നിന്നു. ദൈവത്തിന് കൂടെ നടക്കാൻ ഒക്കുമോ? ദൈവത്തിന്റെ കൂടെ നടക്കുക. കൂടെ നടന്നവൻ ആരാധനയ്ക്ക് വന്നാൽ ആരാധന വേറെയാ. അവനെ സ്പ്രിങ്ങി വെച്ച് ജാക്കി വെച്ചൊന്നും ആരാധിപ്പിക്കണ്ട. കൂടെ നടന്നവന്റെ ആരാധനയ്ക്കകത്ത് ആത്മാവിന്റെ ശക്തി തനിയെ വ്യാപരിക്കും. ഇന്ന് രാവിലെ ദൂതേറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ആ തലമുറയിൽ അവൻ നിഷ്കളങ്കനായിരുന്നു. അവന്റെ വീട്ടിൽ അവൻ നിഷ്കളങ്കനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഭക്തൻ പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ നടക്കും. ഈ ഒരാഴ്ച മുഴുവൻ നിഷ്കളങ്ക ഹൃദയത്തോടെ വീട്ടിൽ താമസിച്ചിട്ട് വന്നവരൊരു സ്വോത്രം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആരെയും വിഷമിപ്പിക്കുകയല്ല, എന്നെ കൂടെ ഉൾപ്പെടുത്തി ചോദിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവ സാന്നിധ്യം നിന്റെ കൂടാരം വിട്ടുമാറാതിരിക്കണമെങ്കിൽ, ദൈവ സാന്നിധ്യം നിന്നെ വിട്ടുമാറാതിരിക്കണമെങ്കിൽ, നിന്റെ നടപ്പിൽ അവൻ കൂടെ നടക്കണമെങ്കിൽ, നിന്റെ വീട്ടിൽ നീ നിഷ്കളങ്ക മാർഗത്തിൽ നടക്കണം. ഓ ഹല്ലേലൂയ. ഇന്നലെ വരെ അത് ഒത്തില്ലെങ്കിൽ ഇന്നു മുതൽ കർത്താവെ ശേഷിക്കുന്ന ഒരു ജീവിതം ഉണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്. തിരുവനന്തപുരത്തെ സിറ്റി പോലീസ് കമ്മീഷണർ സ്വാതന്ത്ര്യദിന പരേഡ് നടക്കുന്നു. നമ്മുടെ പുതിയ ഗവർണർ പതാക ഉയർത്തി മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുന്നു. ഇറമ്പി നിൽക്കുന്ന കമ്മീഷണർ താഴോട്ട് വീഴുന്നു. 4 പേര് കൂടി എടുത്തോണ്ട് പോന്നു. ഇത്രയേ ഉള്ളൂ. ആയിരക്കണക്കിന് ഹൃദയങ്ങളെ ഓപ്പറേഷൻ ചെയ്ത KM ചെറിയാച്ചാൻ പോയി ഒരു കല്യാണം കഴിഞ്ഞിറങ്ങുമ്പോ അങ്ങോട്ട് വീണു. ഒത്തിരി പേരുടെ ജീവൻ രക്ഷിച്ച പുള്ളിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് പ്രിയപ്പെട്ട ഡോക്ടർ അച്ചായ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ഹല്ലേലൂയ പറഞ്ഞേ. സ്വന്തം ജീവൻ പോലും നിന്റെ കയ്യിൽ സുരക്ഷിതമല്ല. നീ 6 ഡോക്ടറേറ്റ് എടുത്ത ആളായാലും നിന്റെ ജീവൻ ദൈവത്തിന്റെ കയ്യിലാണ്. ഇന്ന് രാവിലെ നിന്റെ പ്രാണൻ അവന്റെ പാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കുകയാണ്. നീ നടക്കേണ്ടത് നിഷ്കളങ്ക മാർഗത്തിൽ. വിശ്വസിക്കുന്നവര് മാത്രം കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. നീതിയായി നടന്ന് നേർ പറയുവാൻ. ഓ ഹല്ലേലൂയ. പവനമപട്ടണത്തിൽ ആരു കടന്നീടും പാപമറ്റ ജീവിതം നയിച്ചവരല്ലോ. പാവനമ പട്ടണത്തിൽ നീതിയായി നടന്നു നേർ പറഞ്ഞു മണ്ണിൽ പാതിവൃത്യ ഉള്ള മണവാൻ. നീതിയായി നടന്നു നേർ പറഞ്ഞു പാതിവൃത്യമുള്ള മണവാട്ടി മാത്രമേ, മണവാട്ടി മാത്രമേ. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സുഖപുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം. പ്രൈസ് ദി ലോർഡ്. പാടി ആരാധിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഈ ദൂത് പറയണമല്ലോ. ഇന്ന് രാവിലെ ദൈവാത്മാവ് എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ആത്മാവിൽ അനുഭവിക്കുന്നവരുടെ സ്വോത്രം പറഞ്ഞ്. പരിശുദ്ധാത്മാവിന് നിന്നോട് സംസാരിക്കാനുണ്ട്. യേശുവിന് നിന്നോട് സംസാരിപ്പാനുണ്ട്. വചനത്തിന് നിന്നോട് സംസാരിപ്പാനുണ്ട്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വചനം ദൈവത്തോട് കൂടെയായിരുന്നു. ആ വചനം ദൈവമായിരുന്നെങ്കിൽ ഇന്ന് രാവിലെ ദൈവമായ വചനത്തിന്റെ ശക്തി നിന്റെ ഉള്ളിൽ വ്യാപരിക്കുമ്പോൾ, ഹല്ലേലൂയ. ഓ റബലബലബലബലബസ്. എന്താ യേശുവിന്റെ രക്തത്തിന്റെ പ്രത്യേകത? പത്രോസ് തന്നെ 2:22, 1 പത്രോസ് 2:22 പറയുന്നു,
ഇവിടെ ശ്രദ്ധിച്ചേ, ആ വാക്കെല്ലാരും പറഞ്ഞ് അവൻ തളയ്ക്കത്തില്ല. ആ വഴി വിടുതലുള്ള വഴിയാ. വിശ്വസിക്കുന്നവർ മാത്രം. ഇന്ന് രാവിലെ ആരോടൊക്കെയോ ദൈവം ഇടപെടുകയാ. നീ ഇന്ന് രാവിലെ മുൻപിൽ യേശുവിനെ നിർത്തിക്കേ. ഭാര്യയെ മനുഷ്യനും എല്ലാം സാക്ഷി പറഞ്ഞു. യോബിന്റെ പുസ്തകം 1:8, 1:1, 2:1, 2:3 ഒക്കെ ഒന്ന് വായിച്ചോ വേഗം. ആ ഹലോ ഹലോ ഊസ് എന്ന ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. ആണുങ്ങൾക്ക് മാത്രമേ പുരുഷനെന്ന് വിളിക്കത്തുള്ളൂ. അവൻ വ്യക്തിത്വമുള്ളവനാ. അവൻ തീരുമാനം എടുത്ത ചത്തു മാറുമല്ലാതെ തീരുമാനത്തിൽ നിന്ന് മാറത്തില്ല. തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നവനാ പുരുഷൻ. അല്ലെങ്കിൽ പറഞ്ഞില്ല എല്ലാരും. അതിനാ പറഞ്ഞ പുരുഷത്വം കാണിക്കണം, ഉണർന്നിരിക്കണം. ഹലോ, ഹോളി വരുമ്പോ തീരുമാനം റോഡിലിറങ്ങുമ്പോ തീരുമാനം മാറുന്നവനൊന്നും പുരുഷനല്ല. ഓ ഹല്ലേലൂയ. പത്രോസ് പറഞ്ഞു അതരുത്, അങ്ങനൊരു കാര്യം സംഭവിക്കല്ലേ. യേശു പറഞ്ഞു പോ പിശാചേ, നീ ദൈവത്തിനുള്ളതല്ല പറയുന്നേ. തീരുമാനത്തിൽ നിന്ന് മാറ്റാൻ യേശുവെന്ന ലോകം കണ്ട ഏറ്റവും നല്ല പുരുഷന്റെ തീരുമാനം മാറ്റാൻ ഏറ്റവും സ്നേഹമുള്ള പത്രോസ് എന്ന് പറഞ്ഞു. അതിനെ അങ്ങനെ എന്ത് ചെയ്തത് പറയരുത്. ക്രൂശീകരണം മാറ്റണം. യേശു പറഞ്ഞു നീ ദൈവത്തിനോടല്ല ചിന്തിക്കുന്നേ, നീ പിശാചിന്റെ കാര്യം പറ. നീ പോ, ഞാൻ ഇറങ്ങി വന്ന് ക്രൂശിക്കപ്പെടാനാ. ആ തീരുമാനം മാറ്റാൻ കഴിയത്തില്ല. ആ രക്തം കൊണ്ട് വീണ്ടെടുത്ത പൗലോസ് പറഞ്ഞു എനിക്ക് യെരൂശലേമിൽ ബന്ധനങ്ങളൊക്കെ എന്നെ കാത്തിരിക്കുകയാണ്. അത് ഊതല്ല, പക്ഷെ ബന്ധനമൊന്നും എനിക്ക് വിഷയമല്ല. എന്റെ പ്രാണനെ ഞാൻ വല്ല വിധേനയും എന്റെ ഓട്ടം തികയ്ക്കണം. ഇന്നലെ അവനെ ഓട്ടം തികയ്ക്കാൻ തീരുമാനമുള്ളവനെ പ്രതിഷ്ഠ മാറ്റത്തില്ല, സമർപ്പണം മാറ്റത്തില്ല, തീരുമാനം മാറ്റത്തില്ല. അവൻ മരിച്ചാലും തീരുമാനം ഉറപ്പായിരിക്കും. ഇന്ന് രാവിലെ മരിക്കേണ്ടി വന്നാലും പാപത്തോട് പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽപ്പാൻ കഴിവുള്ളവര് അതിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. പാപത്തിന്റെ ശക്തി നിന്നെ കീഴ്പ്പെടുത്താതിരിപ്പാൻ. ഒരു നല്ല അല്ലലിയെ പറയണം. പാപം നിന്നെ കീഴ്പ്പെടുത്തരുത്. നീ പുരുഷത്വം കാണിക്കണം. ഞാൻ ദൈവത്തിന്റെ മകനാണ് മകളാണെന്ന് എപ്പോഴും നെഞ്ചു വിരിച്ച് പറയാൻ തന്റെ ഇടമുണ്ടാകും. അതുകൊണ്ട് പൗലോസ് നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവ ഒരല്ലേ പറഞ്ഞേ. ചെല്ലക്കാട് സഭാഹോളിൽ അവരെ ഇരിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ മനുഷ്യരാ. ഉറപ്പുള്ളവർ കൈ ഉയർത്തി അല്ലേലിയ പറയണം. നിന്റെ വ്യർത്ഥമായ പിതൃപാരമ്പര്യം വിട്ടിട്ട് ഇവിടെ ഇരിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ മനുഷ്യനാ, ഞാൻ ദൈവത്തിന്റെ മനുഷ്യനാ. ഉറപ്പുള്ളവരെ കരമൊന്ന് ചേർത്തടിച്ച് നിന്നെ അവരെ ദൈവത്തെ ആരാധിച്ച് ഞാൻ ദൈവത്തിന്റെ മനുഷ്യനാ. ചില പോരുകൾ അഴിയട്ടെ. നിന്നെ പാപത്തിലേക്ക് വലിച്ചിരിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളുടെ മേൽ ഇന്ന് രാവിലെ ആത്മാവ് ജയമെടുത്ത് ഊസ് എന്ന ദേശത്ത് ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ ഒന്നാമത്തെ യോഗ്യത നിഷ്കളങ്കത, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകലുന്നവൻ. ദോഷം കണ്ടാൽ എന്നേരം വിട്ടകന്നോണം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നീ, പാപികളുടെ വഴിയിൽ നീ, പരിഹാസയുടെ ഇരിപ്പിടത്തിൽ നീ. പിന്നെന്തോ ചെയ്യണം? യഹോവയുടെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കണം. ഒരല്ലേ പറഞ്ഞേ, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ആത്മനദി നിന്നിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക. ആത്മനദി ഒഴുകുന്നവനിലാണ് പുതിയ ഫലങ്ങൾ ഉളവാകുന്നത്. ഇന്ന് അവരെ സഭ ആത്മാവെന്ന നദിക്കകത്തൂടെ നരിയാണിയോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കിടപ്പാൻ കഴിയാത്ത ഒരു പ്രവാഹത്തിലേക്ക് പ്രവാഹമെന്മേൽ കവിയണമേ എന്ന് ഞാൻ വാക്കുകൾ വേഗം നിർത്താം. 12-ാം അധ്യായം എബ്രായ ലേഖനം 24-ാമത്തെ വാക്യം.
എബ്രായർ 12:24. ആ ഇന്ന് രാവിലെ വന്നിരിക്കുന്നത് പി സി ചെറിയാന്റെ അടുക്കലല്ല. ഹലോ, നീ വന്നിരിക്കുന്നത് എവിടെയാണ് എന്ന് പറഞ്ഞേ. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന, എന്താ ഹാബേലിന്റെ രക്തത്തിന്റെ വ്യത്യാസം? എന്താ യേശുവിന്റെ രക്തത്തിന്റെ പ്രത്യേകത? കൈനേ, ഹാബേലിന്റെ രക്തം എന്നോട് നിലവിളിക്കുന്നു. എന്താ നിലവിളി? നിഷ്കളങ്കനായി നടന്ന് ആരാധിച്ച് എന്നെ ചതിവിക്കൂടെ കൊണ്ടുവന്ന് അപായപ്പെടുത്തി എന്റെ സഹോദരനോട് ദൈവം ന്യായവിധി നടത്തണമെന്ന് ഒരു രക്തം നിലവിളിക്കുമ്പോൾ മറ്റൊരു രക്തം, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ രക്തം. അതാ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായ സംസാരം, അല്ലെ രക്തത്തിന്റെ സംസാരം. പ്രതികാര ചിന്തയില്ലാത്ത രക്തം, ഒരല്ലിയ പറയണം. പാപം ക്ഷമിക്കുന്ന രക്തം, ഒരല്ലിയ പറയണം. ഇന്ന് രാവിലെ ആ രക്തമാലയത്തിൽ നിന്റെ മേൽ ഒഴുകപ്പെടുമ്പോൾ നിനക്ക് വിരോധമായി നിൽക്കുന്ന സകല പ്രതികൂലങ്ങളുടെ മേലും ഇന്ന് രാവിലെ ജയം തരുകയാ. വിശ്വസിക്കുന്നവർ മാത്രം കരമടിച്ച് ഒരല്പ നിമിഷം ഈ ദൈവത്തെ ആരാധിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരാള് ഫിലിപ്പോസിന്റെ ഉപദേശത്താൽ യേശു എന്ന നിഷ്കളങ്കനും നിർദോഷനുമായ ആളുടെ അടുക്കലേക്ക് വരികയാണ്. യോഹന്നാൻ 1:47. ആ ആളിനെ കണ്ടപ്പോൾ, മനേടാ വല്ല വചനം പറയാടാ, ഇവിടെ ശ്രദ്ധിക്കുക, ഭാവിക്കാണെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ച 1:40. നമ്മൾ യോഗം കഴിഞ്ഞിറങ്ങുമ്പോ ചിലപ്പം ഇന്നാര് വന്നായിരുന്നു കണ്ടില്ലല്ലോ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ യേശു അങ്ങനല്ല. യേശു ആര് വന്നാലും കാണും. അതാ ഒരു ഗുണം. ഇവിടെ വന്നവരെ എല്ലാം നമ്മൾ കണ്ടില്ലെങ്കിലും വന്നവരെ ആര് കാണും? നഥനയേൽ യേശുവിന്റെ അടുക്കൽ വരുന്നത്. ഇന്ന് രാവിലെ വന്നിട്ട് കർത്താവ് എത്ര പേര് വന്നെന്നല്ല നോക്കിയത്, അടുക്കൽ വരുന്ന ആരെങ്കിലും ഉണ്ടോന്നാ. അല്ലേ പറയണം. ഇവിടെ യോഗത്തിന് എത്ര പേര് വന്ന് ലിസ്റ്റ് എടുത്തിട്ട് കർത്താവിന് കാര്യമൊന്നുമില്ല. കർത്താവ് നോക്കുന്ന കസാറയെല്ലാം ഫില്ലായൊന്നുമല്ല. എൻ്റെ അടുക്കൽ ആരെങ്കിലും വന്നു, രാവിലെ തൊട്ട് പ്രാർത്ഥിച്ചു, പാട്ടുപാടി, ആരാധിച്ചു, സങ്കീർത്തനം വായിച്ചു, പ്രസംഗിച്ചു, ഇതിനകത്ത് ആരെങ്കിലും എൻ്റെ അടുക്കലേക്ക് വന്നോ എന്ന് ദൈവം നോക്കുകയാണ്. അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നഥനയേൽ തൻ്റെ അടുക്കൽ വരുന്നത് യേശു. ലോകത്തിൽ മറ്റാര് കണ്ടില്ലേലും നീ അടുക്കുന്നത് യേശു കാണണം. ഇന്ന് രാവിലെ ആ അകലം വിട്ടനുഗമിക്കാതെ ഒന്ന് അടുക്കാൻ ഹല്ലേലൂയ. പത്രോസ് അകലം വിട്ടനുഗമിച്ചു, പക്ഷെ നഥനയേൽ അടുത്തു വന്നു. അടുക്കുന്നത് യേശു കണ്ടിട്ട് ഒറ്റ നോട്ടത്തിൽ നമ്മളെ വിവേചിക്കുന്ന കർത്താവ്. ഹലോ, നമുക്ക് നമ്മളെ തന്നെ പലപ്പോഴും തിരിച്ചറിയത്തില്ല. പക്ഷെ കർത്താവ് ഒറ്റ നോട്ടത്തിൽ നഥനയേലിനെ അടിമുടി വിവേചിച്ചു. എന്നിട്ട് യേശു പറയണേ, ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ എന്ന് പറഞ്ഞ 15-ാം സങ്കീർത്തനം കാണാതെ പഠിക്കുകയല്ലായിരുന്നു. 15-ാം സങ്കീർത്തനം ജീവിതത്തിലെ ആ അനുഭവമാക്കി. അവനെ കണ്ടു പറഞ്ഞു, ഇവൻ സാക്ഷാൽ, ഇവന് കപടമൊന്നും ഇല്ല. ഉടനെ അവൻ ചോദിക്കുക, എന്നെ എവിടെ വെച്ചാ കർത്താവെ പരിചയം? അപ്പൊ യേശുവിന്റെ പദ്ധതി ഇല്ലാതല്ല ഫിലിപ്പോസ് വിളിച്ചേ. നിങ്ങൾ ആ വാക്ക്, നീ ഇവിടെ കൃപയെ വന്നെങ്കിൽ ആരിലും ഉപദേശി പ്രവചിച്ചത് കൊണ്ടോ പി സി ചെറിയാൻ ബാസ് വീട്ടിൽ വന്നുകൊണ്ടൊന്നും അല്ല. ഫിലിപ്പോസ് നിന്റെ അടുക്ക വരുന്നതിന് മുമ്പേ എന്ന് പറഞ്ഞ ഉപദേശി നിന്റെ വീട്ടിൽ വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടു. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഇന്ന് രാവിലെ എല്ലാരും കാണുന്നതിന് മുമ്പ് എന്നെ കണ്ട, എന്റെ സാഹചര്യം കണ്ട, എന്റെ ഗതികേട് കണ്ട, എന്റെ കഷ്ടത കണ്ട, എന്റെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ട് കണ്ട ഒരു ദൈവം എനിക്കുണ്ടെന്ന്. പോരെ ഇന്ന് രാവിലെ നീ ദൈവത്തെ സ്തുതിച്ചാരാധിക്കണം. ആരെങ്കിലും കണ്ടു കഴിഞ്ഞല്ല ദൈവം നിന്നെ കണ്ടത്. രക്തത്താലെ ചെയ്യാം. ആരും സഹായത്തിനില്ലാതെ മുത്താമ്പലാക്കൽ സാധു പാടിയ പോലെ ആരും സഹായമില്ല, എല്ലാവരും പാരിൽ
കണ്ടും കാണാതെയും പോയിടുമ്പോൾ എന്നാൽ എനിക്ക് ഒരു സഹായകൻ വാനിൽ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നു എന്ന് ഭക്തൻ പാടിയതുപോലെ നിന്നെ കണ്ടിട്ട് വഴിമാറിപ്പോയവരുണ്ട്. ഇപ്പൊ നിനക്ക് അമ്മാവനും കൊച്ചപ്പനും നാത്തൂനും അളിയനും ഒക്കെ ഉണ്ട്. എന്നോണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കാൻ. നേരത്തെ ഇവരമ്മാവനും ഇല്ല അളിയനുമില്ല, കണ്ടാൽ മിണ്ടത്തുമില്ലായിരുന്നു. ഇന്നാല് നമ്മുടെ തോമസ് കുട്ടി, ഞങ്ങളുടെ ആ വീട്ടുകാരുമായിട്ട് അടുത്ത എന്തോ ഒരു ബന്ധമുണ്ടെന്ന് അമ്മച്ചി പറഞ്ഞു. എനിക്കങ്ങനെ അത്രയും പരിചയമൊന്നുമില്ല, പറഞ്ഞ് അകന്നു പോകുമായിരുന്നു. ഇപ്പൊ നിനക്ക് 10 കാശായി, കൊച്ചു വീടായി, പിള്ളേർ അവിടെ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അമ്മാവനടുക്ക് വന്നു. ഇപ്പൊ അമ്മാവന്റെ മോന്റെ കല്യാണത്തിന് ആദ്യം നിന്നെ വിളിക്കുന്നത്, അല്ല മിണ്ടുന്നില്ല. ഇപ്പോഴാ എൻ്റെ കുഞ്ഞെ ഈ റിലേഷനൊക്കെ ഉണ്ടായ. ഇപ്പൊ മൊത്തം ബന്ധമാണ്. അത് ഞങ്ങളുടെ അമ്മയുടെ മാവിയുടെ മോനെ, മറ്റേ അച്ചാൻ്റെ ഉപ്പാപ്പൻ്റെ മോനെ എല്ലാം ബന്ധമായി. ഇവരാരും നീ ഗതികെട്ടപ്പോ ഇല്ലായിരുന്നു. അന്ന് ബന്ധമുള്ള ഒരാളുണ്ടായിരുന്നു. നിങ്ങൾ പിണങ്ങിയാലും ഞാൻ പറയും, അന്ന് ബന്ധമുള്ള ഒരാളുണ്ടായിരുന്നു. അമ്മാവൻ കൈവിട്ടപ്പോൾ, ഉപ്പാപ്പൻ കൈവിട്ടപ്പോൾ, നാത്തൂൻ കൈവിട്ടപ്പോൾ, കൈവിടാതെ നിന്നെ കണ്ട ഒരുത്തൻ. സന്തോഷമുള്ളവര് മാത്രമേ കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ലോകം മുഴുവൻ നിന്നെ കൈവിട്ടപ്പോൾ, ലോകം നിന്നെ വെറുത്തപ്പോൾ, ഒരല്ലേ പറഞ്ഞേ, നഥനയേലേ, നീ പീലിപ്പോസ് വന്ന് എൻ്റെ അടുക്ക് വരാൻ പറഞ്ഞ് വിളിക്കുന്നതിന് മുമ്പേ നീ അത്തിയുടെ കീഴിൽ നിരാശപ്പെട്ട് ഈ അത്തിയെ കെട്ടിഞ്ഞാലാൻ കൊള്ളാമോ, ഞാൻ നാല് ഈ കമ്പൊടിഞ്ഞ് താഴെ വീഴുമോ, യൂതയ്ക്ക് പറ്റിയ ഗതികേട് എനിക്ക് വരുമോ എന്നൊക്കെ കമ്പേൻ നോക്കി കമ്പ് എണ്ണി ഇല എണ്ണി നീ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടായിരുന്നു. ഞാനാണ് ആത്മാവി പീലിപ്പോസിനെ അങ്ങോട്ട് വിട്ടത്, നീ തകരുന്നതിന് മുമ്പേ നിന്നെ കൃപയിൽ കൊണ്ടുവരാൻ. നമ്മൾ സ്വോത്രം പറഞ്ഞില്ല. നിന്റെ വീട്ടിൽ അവൻ കയറി വന്നത് ഞാൻ അയച്ചിട്ടാ നിന്നെ വിടുവിക്കാനായിട്ട്. നീ ഒരു തെറ്റായ തീരുമാനമെടുത്ത് നീ ഒരു കൊലക്കയറെ ചുരുങ്ങുന്നതിന് മുമ്പേ, ജീവിതം അവസാനിക്കും മുമ്പേ നിന്റെ അടുക്ക പീലിപ്പോസിനെ അയച്ചത് ഞാനാണ്. ഇന്ന് അവർ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിടുതൽ അനുഭവിക്കുന്നവര്, കാലാകാലങ്ങളിൽ സ്വർഗം അയച്ചിട്ട് നന്മ അനുഭവിക്കുന്നവര് മാത്രമാ കരമൊന്നടിച്ച് ഹല്ലേലൂയ. Praise the Lord. Praise the Lord. ഇരിമ്യാവേ, നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ, നീ ഒന്നുമല്ലാതിരുന്നപ്പോൾ, നീ വെറും പിണ്ണാകാരമായിരുന്നപ്പോൾ, ഭൂമിയുടെ അധോഭാഗത്ത് നിന്റെ അസ്ഥികൾ മനയപ്പെടുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്നെ കണ്ടു, ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. പറഞ്ഞ് എന്നെ കണ്ടൊരു ദൈവമുണ്ട്. ആ ദൈവമാണ് ഇന്ന് പകൽ വരെ എന്നെ നടത്തുന്നത്. മേലാലും എന്നെ നടത്താൻ അവൻ മതിയായവനാ. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിക്കണം. ഇന്നലകളിൽ നടത്തിയ ദൈവം, ഇന്നുകളിൽ നടത്തുന്ന ദൈവം മേലാലും എന്നെ നടത്താൻ മതിയായവനാണ്. ഹല്ലേലൂയ. സമയം ഓടിപ്പോന്നല്ലോ, ഒന്ന് വായിക്കണം. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. ഇപ്പൊ എത്ര വയസ്സുണ്ട്? 99 വയസ്സ്. ഇപ്പം ദൈവം വന്നിരിക്കുകയാണ്. മെസപ്പൊട്ടോമിയിലെ ഊറിൽ തേജോമയനായി വെളിപ്പെട്ട ദൈവം ഇപ്പൊ 99 വയസ്സായപ്പോൾ ജീവിതത്തിന്റെ ആയുസ് മുഴുവൻ കർത്താവിന്റെ കണക്ക്. പക്ഷെ എന്തില്ലായിരുന്നു ദൈവം നോക്കുന്നത്? കുഞ്ഞെ, വാഗ്ദത്തം ഞാൻ അടുത്ത വർഷം ഈ സമയത്ത് തരാം. അതിന് ഞാൻ മതിയായവനാ. കാരണം ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. അവിടെ പരിചയപ്പെടുത്തിയ വാക്ക് നോക്കിയേ. നീ നിഷ്കളങ്കനാണ്. ഞാൻ ആരാണ്? ഞാൻ സർവശക്തിയുള്ള ദൈവം. ഒരല്ലേ പറഞ്ഞേ, നീ സേവിക്കുന്ന ദൈവം സർവ ശക്തിയുള്ള ദൈവമാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിന്റെ ബലഹീനത അവന് വിഷയമേ അല്ല. ഹല്ലേലൂയ. നമ്മുടെ ഈ കുഞ്ഞുമോള് തന്നെ ഓപ്പറേഷന് പോകും മുമ്പേ ഡോക്ടർമാർ പറഞ്ഞത് കാരിത്താസി കൊണ്ടുപോയി, ബിലിവേഴ്സി കൊണ്ടുപോയി, പുഷ്പഗിരി കൊണ്ടുപോയി, പിന്നെ വേറെ എവിടെയൊക്കെയാണ് കുഞ്ഞോളെ പോയി. അവിടെ എല്ലാം ചെന്നവൻ പറഞ്ഞു ഓപ്പറേഷൻ. എറണാകുളത്ത് ലിസി പോയി അല്ലേ, അവരെല്ലാം പറഞ്ഞു ഈ ഹാർട്ട് ബലഹീനമാണ്, ഈ ഹാർട്ടിൽ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് എന്തും സംഭവിക്കാം. തേണ്ട വന്ന് ഇത് കൈയടിച്ച് ആരാധിക്കുന്നു.
ചോദിച്ചാൽ എത്ര വർഷം അയച്ച? 11, 12, 13. ഒരല്ലേ പറഞ്ഞ് 5% ജീവൻ എന്ന് പറഞ്ഞു. ഇതിന് 13 വർഷമായിട്ട് പയർ പോലെ നടക്കുക. ബൈക്ക് ഓടിച്ച കല്യാണത്തിനൊക്കെ വരുന്നത് ഒരല്ലേ പറഞ്ഞ്. നിങ്ങൾ സ്വോത്രം പറഞ്ഞില്ല. ഈ സഭ കുത്തിപ്പിടിച്ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമല്ല, വിളിച്ചവൻ സർവശക്തിയുള്ളവനാ. ഇന്ന് രാവിലെ ഒന്ന് വിശ്വസിച്ച്, എന്നെ വിളിച്ചവൻ സർവശക്തിയുള്ളവനാ. അവൻ എന്റെ സകല രോഗങ്ങൾക്കും മതിയായവനാ, എന്റെ സകല പ്രതിസന്ധികൾക്കും മതിയായവനാ. വിശ്വസിക്കുന്നവർ ഈ രാവിലെ നന്നായി ദൈവത്തെ ആരാധിക്കണം. ആത്മാവ് ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാ. എന്റെ ദൈവം സർവശക്തിയുള്ള. ഹല്ലേലൂയ. അബ്രഹാമേ, 99 വർഷമായി നീ എന്റെ വാക്ക് കേട്ട് നടക്കുന്നെങ്കിലും നീ ഇനിയും ഒരു കാര്യം കൂടെ ക്രമീകരിക്കണം. എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിട്ടിരിക്കുമെങ്കിൽ എനിക്കും നിനക്കും മധ്യേ നിയമം സ്ഥാപിക്കും. ഒരല്ലേ പറഞ്ഞു. നീ അധികമായി നിഷ്കളങ്കനാകാമോ? ദൈവം വർദ്ധിപ്പിച്ചോളൂ. പ്രൈസ് ദി ലോർഡ്. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കത്തില്ല. ആര് മുടക്കാൻ വിചാരിച്ചാലും മുടങ്ങത്തില്ല. വിശ്വസിച്ച് രാവിലെ വിശ്വസിച്ച്, എല്ലാരും വിശ്വസിച്ച്, ഈ ദൈവത്തെ ഒന്ന് വിശ്വസിച്ച്. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 14-15 വായിച്ച് വേഗത്തിൽ. നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന് എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവീൻ. അടുത്ത വാക്യം. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട്. പുസ്തകം ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. അവരുടെ ഇടയിൽ. ആരുടെ ഇടയിൽ? വക്രതയും കോട്ടവുമുള്ള തലമുറയിടയിൽ നിങ്ങൾ ഈ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട്. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഈ തലമുറയിൽ ഭക്തനെ ജീവിക്കണേ, ഒറ്റ മാർക്കും വചനം പ്രമാണിച്ചോണം. ഹല്ലേലൂയ. വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ നടുവിൽ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട്. ഓ, ലോകത്തിൽ ജ്യോതിസ് എപ്പോഴാ പ്രകാശിക്കുന്നേ? ജ്യോതിസ് എപ്പോഴാ പ്രകാശിക്കുന്നേ? ജ്യോതിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നക്ഷത്രം. നക്ഷത്രം പകലും പ്രകാശമുണ്ട്, കാണാനൊക്കോ? ഇല്ല, എപ്പോഴേ കാണത്തുള്ളൂ. അപ്പൊ ഈ അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ നീ പ്രകാശിക്കണം. പ്രൈസ് ദി ലോർഡ്. വക്രതയും കോട്ടമുള്ള തലമുറയിൽ അനന്യരായി നിഷ്കളങ്കരായി ജ്യോതിസുകളെ പോലെ നീ പ്രകാശിക്കണം. പ്രൈസ് ദി ലോർഡ്. വായിച്ചു തീർത്തു ആ വാക്ക്. ഞാൻ വേഗം നിർത്താം. മത്തായി 10:16. മത്തായി 10:16 വേഗം ഒന്നുണ്ട് വാക്യം വായിച്ചു. മത്തായി 16. പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ കളങ്കമില്ലാതെ. പാമ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മള് ഈ ഹോളിന്റെ മുറ്റത്ത് ചവിട്ടുമ്പോൾ പാമ്പ് മുണ്ടകത്തിലെ അലസിന്റെ കയ്യാലക്കീടെ ഇരിക്കുന്നെങ്കിലും അവിടെ അതറിയും ഒരാള് നടന്നു വരുന്നുണ്ട്. അതിൻ്റെ ത്വക്കിലും ചെവിയിലും ദൈവം കൊടുത്ത സംവിധാനം, ശത്രു വരുന്നത് അവൻ അന്നേരം അറിയും. നമ്മുടെ വീട്ടിൽ കയറി കതവും പൊളിച്ച് നമ്മളെ അടിച്ചുകൊണ്ട് പോയാലും നമ്മൾ അറിയത്തില്ലല്ലോ. ഹലോ. അതുകൊണ്ട് പാമ്പിനെ പോലെ എന്ത് ചെയ്യണം? അപ്പോൾ അവനെ തലയൊക്കെ വെള്ളോട്ടിട്ടൊരു ഈച്ചയെ പിടിക്കാൻ നിൽക്കുമ്പോഴാണ് നമ്മൾ നടക്കുന്ന ശബ്ദം അവൻ്റെ കാതി, അവൻ ഉടനെ അകത്തോട്ട് വരും. പിന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവൻ വെളി വരത്തുള്ളൂ. പാമ്പിന് മനസ്സിലായില്ലേ? നിന്നെ ഒതുക്കാൻ വരുന്ന ശത്രുവിന്റെ കാലൊച്ച ദൂരവേ ഗ്രഹിച്ചിട്ട് ഒഴിയാൻ കഴിയുന്ന അവസരത്തിൽ നീ പാമ്പിനെ പോലെ ഒഴിഞ്ഞോണം. അപ്പൊ തന്നെ ഹൃദയം നിഷ്കളങ്കമായിരിക്കണം. ഒരല്ലേലൂയ പറഞ്ഞാട്ട് ഞാൻ എൻ്റെ വാക്കുകളെ വേഗം നിർത്താം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 26-27 വാക്യം.
യോബ് 17:9 മറ്റൊരാള്. ആ ആ ആ ആ നോക്കി, ഇതെല്ലാം കൊണ്ട് മണവാട്ടി കൊണ്ട് സ്ഥാപിക്കുകയാണ്. അവൻ അവളെ വചനത്തോട് കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ, ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി യേശുക്രിസ്തുവിന് വേണ്ടി തേജസ്സോടെ മുൻനിർത്തേണ്ടത്, ഇവിടെ ഹല്ലേലൂയ പറയണം, തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് അവർക്ക് വേണ്ടി നമ്മളെ കർത്താവ് കാൽവറിയിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ കാരണം നമ്മെ നിഷ്കളങ്കയായി തന്റെ മുമ്പിൽ നിർത്തണം. ഇന്ന് പകൽ കർത്താവ് വരുമ്പോൾ ഞാൻ അവന്റെ മുമ്പിൽ നിഷ്കളങ്കയായ ഒരു മണവാട്ടിയായി നിൽക്കുമെന്ന് ഉറപ്പുള്ളവര് ആ കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ദൈവ നിഷ്കളങ്കരായി നിൽക്കുക. നിങ്ങൾ വായിച്ച യോബ് 17:9. ആ ആ ആ ആ ആ 17:9 വായിക്കുന്നത്? ആ, നീതിമാനോ തന്റെ വഴിയെ തുടർന്ന് നടക്കും, കൈവെടിപ്പുള്ളവൻ മേൽക്കുമേൽ ബലം, നിഷ്കളങ്കൻ മേൽക്കുമേൽ ബലം പ്രാപിക്കും. ഒരല്ലേ പറഞ്ഞേ, ബലം നിന്നിൽ ഉള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെ ഉള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. സന്തോഷമുള്ളൊരു സ്തോത്രം പറഞ്ഞാട്ടെ. 1 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ 2 ഗ്രഹങ്ങൾ അവിടെ കാണാം. 2 ഗ്രഹം ഒന്ന് വായിച്ചേ. 1 ശമൂവേൽ 3:1. 3:1. ആ ആ ആ ആ ആ വാക്യല്ല. ശൗൽ ഗ്രഹവും ദാവീദ് ഗ്രഹവും തമ്മിൽ യുദ്ധമുണ്ടായിരുന്നു. 2 ശമൂവേൽ 3:1. ആ ആ ആ ശ്രദ്ധിച്ചേ, ദുരാത്മാവ് ബാധിച്ച ശൗലിന്റെ ഗ്രഹം ക്ഷയിച്ചു വന്നു. ദൈവാത്മാവ് പ്രാപിച്ച ദാവീദിന്റെ ഗ്രഹം ബലം കൂടിക്കൂടി വന്നു. വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് നീ ക്ഷയിച്ചു വരുവാണോ അതോ ബലം കൂടിക്കൂടി വരികയാണോ? അല്ലേ പറയണം. നിന്നെ വിളിച്ചത് കീഴോട്ട് വിടാനല്ല, നിന്നെ വിളിച്ചത് ആത്മാവ് മേളോട്ട് കൊണ്ടുപോകാനാ. ഇന്ന് പകൽക്കാലം കീഴോട്ട് പോകല്ലേ. ശൗലിന് അസൂയ ഉണ്ടായി, ശൗലിന് കണ്ണുകടി ഉണ്ടായി, ശൗലിന് ദുരാത്മാവ് ഉണ്ടായി. അവൻ ജീവിതകാലം മൊത്തം ആരുടെ പുറകെ നടന്നു? ദാവീദിന് പുറകെ കുന്തവും കൊണ്ട് നടന്നു. ആ കുന്തത്തിൽ ആര് വീണു? തന്നെത്താൻ വീണു. ഹലോ. പക്ഷെ ദാവീദ് മേൽക്കുമേൽ, സഭ മേൽക്കുമേൽ ബലം പ്രാപിക്കും. നിന്നെ മടിപ്പിക്കുന്ന ക്ഷീണിപ്പിക്കുന്ന പോരുകൾ പിശാച് കൊണ്ടുവരും. പക്ഷെ നീ ആത്മാവിൽ ആരാധിച്ച് രക്തത്താൽ ജയമെടുത്ത് നീ സ്വയം ബലം പ്രാപിക്കണം. ഹല്ലേലൂയ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു പറയുവാൻ ഏറ്റെടുക്കുന്നവരെല്ലാം ദൈവത്തെ ഒന്ന് ആരാധിച്ച് സഭ മേൽക്കുമേൽ ബലം പ്രാപിക്കണം. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. ഭക്തൻ ദൈവത്തോട് പറഞ്ഞു, ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ നടക്കും. അത് വ്യക്തിപരമായ തീരുമാനം. മറ്റാർക്കും നടത്താനൊക്കത്തില്ല, നമ്മൾ തന്നെത്താൻ നടക്കണം. ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ നടക്കും. എപ്പോൾ നീ എന്റെ അടുക്കൽ വരും? ഒന്ന് ചോദിച്ചേ കർത്താവേ, നീ എപ്പോഴാണ് എന്റെ അടുക്കൽ വരുന്നത്? വാസ്തവമായി ദൈവം ഇവിടെ ഉണ്ടായിരുന്നു. ഞാനത് 40 വർഷമായിട്ടും അറിയാത്ത ആളുകളുണ്ട്. ഇന്ന് രാവിലെ ദൈവം നിന്റെ അടുക്കലുണ്ട്. ആ ദൈവത്തിന് കഴിയാത്ത ഒന്നുമില്ല. നിന്റെ ദൈവം ഒന്ന് മനസ്സ് വെച്ചാൽ ഒരു നിമിഷം കൊണ്ട്
നീ ഭാരപ്പെടുന്ന വിഷയത്തെ എല്ലാം ഒരു പഞ്ഞിക്കെട്ട് പറന്നു പോകുന്ന പോലെ ആ പ്രശ്നത്തെ പറത്തി വിട്ടിട്ട് നിനക്ക് സ്വാതന്ത്ര്യം തന്ന് നിന്നെ മാനിക്കാൻ ഈ ദൈവം മതിയായവനാ. വിശ്വസിക്കുന്നവര് മാത്രം ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരാത്മശക്തി ഏറ്റെടുത്തൊന്ന് ആരാധിച്ചേ. ഓ കൃപ 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 കൃപ. ഓ ഹല്ലേലൂയ. ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ വസിക്കുമെന്ന് പറയുവാൻ ഹല്ലേലൂയ. ഓ റബശന. ഒരു നിമിഷം പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. ഓ എരിയും തീച്ചൂള എതിരായി എരിഞ്ഞാൽ ചന്ദ്രക്കിനെ പോൽ വീഴ്ത്തപ്പെട്ടാൽ എരിയും തീ ചൂളയെതിരായി എരിഞ്ഞാൽ ചന്ദ്രക്കിനെ പോൽ വീഴ്ത്തപ്പെട്ടാൽ എന്നോട് കൂടെയും അഗ്നിയിലിറങ്ങി വെന്തിടാതെ പ്രിയൻ വിടുവിക്കും. ഓ എന്നോട് കൂടെയും അഗ്നിയിലിറങ്ങി വെന്തിടാതെ പ്രിയ വിടുവിക്കും. പതറുകയില്ല ഞാൻ പ്രതികൂലമാനവാദി വന്നിടിലും വീഴുകയില്ല ഞാൻ കഷ്ടതയാനവാദി വന്നിടിലും എൻ പ്രിയൻ പോറ്റിടും എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. ശിക്ഷിക്കും സിംഹങ്ങൾ വസിക്കും ഗുഹയിൽ ദാനിയേലിനെ പോൽ വീഴ്ത്തപ്പെട്ടാൽ സിംഹങ്ങൾ വസിക്കും ഗുഹയിൽ ദാനിയേലിനെ പോൽ വീഴ്ത്തപ്പെട്ടാൽ സിംഹത്തെ സൃഷ്ടിച്ച എൻ സേനായകൻ കൺമണി പോലെന്നെ കാത്തുകൊള്ളും. ഓ സിംഹത്തെ സൃഷ്ടിച്ച എൻ സേനായകൻ കൺമണി പോലെന്നെ കാത്തുകൊള്ളും. ഓ പതറുകയില്ല ഞാൻ പ്രതികൂലമാനവാദി വന്നിടിലും അമ്മേ വീഴുകയില്ല ഞാൻ കഷ്ടതയാനവാദി വന്നിടിലും അമ്മേ കാന്തം കാത്തിടോ എൻ പ്രിയൻ പോലും എന്നാതെ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തം കാത്തിടോറി എൻ പ്രിയൻ പോറ്റിടും എന്നാതും നടത്തിടും അന്ത്യം വരെ. അമ്മേ മണ്ണോട് മണ്ണായി ഞാൻ അമർന്നു പോയാലും എൻ കാന്തയേശു കൈവിടില്ല. മണ്ണോട് മണ്ണായി ഞാൻ അമർന്നു പോയാലും എൻ കാന്തയേശു കൈവിടില്ല. ആമേൻ. എന്നെ ഉയർപ്പിക്കും ശരീരത്തോടെ കൈക്കൊള്ളും വാഗ്ദത്തത്തിൽ. ആമേൻ. എന്നെ ഉയർപ്പിക്കും
എൻ പ്രിയൻ പോറ്റിടും എൻ നാഥൻ നടത്തിയിടും അന്ത്യം വരെ. എരിതു തോട്ടിലെ വെള്ളം പറ്റിയാലും കാക്കയിൽ വരവും നിന്നിടിലും എരിതു തോട്ടിലെ വെള്ളം പറ്റിയാലും കാക്കയും വരവും നിന്നിടിലും. Glory, സാരാപാത്തോരുങ്ങി ഏലിയാവിൽ പോറ്റിയ എൻ പ്രിയനെ പോറ്റിക്കൊള്ളൂ. ഒരുങ്ങി എല്ലാവൻ പോറ്റിയാൽ എൻ പ്രിയനെന്നെ പോറ്റിക്കൊള്ളുന്നു. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ പ്രതികൂലമാനവധി വന്നിടും. ഓ വീഴുകയില്ല, വീഴുകയില്ല ഞാൻ കഷ്ടതയാനവധി വന്നിടിലും. അമീരൻ കഥകാത്തിടും. എൻ പ്രിയൻ പോറ്റിടും എൻ നാഥൻ നടത്തിയിടും അന്ത്യം വരെ. എൻ കഥകാത്തിടും. എൻ പ്രിയൻ പോറ്റിടും എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ. മുൻപിൽ ചെങ്കടല തീരച്ചാലെതിരായി പിൻപിൽ വൻപൈ പിൻഗമിച്ചാൽ. മുൻപിൽ ചെങ്കടല തീരച്ചാലെതിരായി പിൻപിൽ വൻപൈ പിൻഗമിച്ചാൽ. ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അങ്ങേരെ എത്തിക്കും ജയാളിയായി ചെങ്കടലിൽ. ഓ ഹല്ലേലൂയ. Yes. ജയാളി ആമേൻ. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ പ്രതികൂലമാനവധി വന്നിടിലും. ഓ ദീവാനശൈലാന വൈശമാനദൂര നീകാരം നാല രവന്തൂരവ. ദീവാനശൈലാന തുണക്കമാനദീര വൈശമാനേ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നീതിയുള്ള നിഷ്കളങ്കന നിർദോഷനുമായ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന വിലയേറിയ രക്തത്തിന് മുമ്പിൽ നാം ഇന്ന് പകലായിരിക്കുമ്പോൾ, അതെ, ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ നടക്കും. എന്റെ ദൈവം എപ്പോൾ എന്റെ അടുക്കൽ വരും? ഓ, ആ സാന്നിധ്യം ഒന്ന് കൊതിച്ചേ. നിന്റെ അടുക്കലേക്ക് ദൈവം വരുന്നൊന്ന് കണ്ടേ. അബ്രഹാമിന്റെ വീട്ടിലേക്ക് അധികാലത്തെ താൻ തല ഉയർത്തി നോക്കിയപ്പോൾ ദൈവം നടന്നു വരുന്നു. ഓ ഹല്ലേലൂയ. നിന്റെ കൂടാരത്തിലേക്ക് അവൻ നടന്നു വരട്ടെ. നിന്റെ അടുക്കലേക്ക് അവൻ നടന്നു വരട്ടെ. നാലാമത്തെ യാമത്തിൽ, തുഴഞ്ഞ കുഴഞ്ഞ യാമത്തിൽ
പ്രതികൂലത്തിന്റെ കൊടുങ്കാറ്റും തിരമാലയും അടിച്ച യാമത്തിൽ പടകിന്റെ അടുക്കലേക്ക് തിരമാലയുടെ മീതെ അവൻ നടന്നു വന്നതുപോലെ ഇന്ന് രാവിലെ നിന്റെ അടുക്കലേക്ക് അവൻ നടന്നു വരട്ടെ. നീ ഒറ്റയ്ക്കല്ല. നടുക്കടൽ നിന്നെ മുക്കത്തില്ല. ആലിൽ നിന്നെ കൽപ്പിച്ചാക്കിയവൻ നിന്റെ കൂടെ അടുത്തു വരുന്നവനാണ്. ആ സാന്നിധ്യം ഒന്ന് അനുഭവിച്ച് എല്ലാവരും ദൈവത്തോടെ പ്രാർത്ഥിച്ചേ. ഓ ഹല്ലേലൂയ! അസാധാരണമായ ദൈവിക ദൂത് ദൈവത്തിന്റെ ആത്മാവിൽ അവരെ ഇടപെടുകയാണ്. ഹല്ലേലൂയ! കുഞ്ഞെ, നീ തന്നെ കുഴഞ്ഞോ? മുമ്പോട്ട് ഒരു സ്റ്റെപ്പ് വെക്കാൻ കഴിയുന്നില്ലേ? നീ നോക്കിക്കേ, കൈവിടാത്തവൻ 4-ാം യാമത്തിൽ നടന്നടുക്കുകയാണ്. ഓ ഹല്ലേലൂയ! അവൻ നിന്നെ കരം പിടിച്ചുയർത്തും. പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ സഭയ്ക്ക് അനുഗ്രഹമായി അങ്ങ് തന്നിരിക്കുന്ന ഈ മക്കളെ, നിന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുത്ത നിന്റെ മക്കളെ യേശു ക്രിസ്തുവിന്റെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് ശേഷിക്കുന്ന ഒരു ചെറിയ ആയുസ് നേരോടെ, നിഷ്കളങ്കതയോടെ, നിർദോഷത്തോടെ, കറയും വാട്ടവും മാലിന്യവുമില്ലാതെ ഒരു നിഷ്കളങ്ക മണവാട്ടിയായി നിലകൊള്ളുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ഈ ജനത്തെ മുഴുവനായി ഞാൻ അനുഗ്രഹിക്കുന്നു. ലൈവിൽ കാണുന്നവരെ അനുഗ്രഹിക്കുന്നു. ഈ ദൂത് പിന്നീട് കേൾക്കുന്നവർക്കും ഒരു വലിയ അനുഗ്രഹമായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ കരവും ശബ്ദവും ഉയർത്തി കർത്താവിനെ സ്തുതിക്കുമല്ലോ. ഒന്നുകൂടെ ശക്തിയായി കർത്താവിനെ സ്തുതിക്കും.